ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സർ, ഈ 1111 എന്നുള്ളത് പലപ്പോഴും കാണുന്നുണ്ട്. ഇതൊരു മാനിഫെസ്റ്റേഷൻ സൈൻ ആണെന്നുള്ളത് അറിയാം. എന്താണ് ആക്ച്വലി ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്നൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡീപ്പായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 1111 അല്ലെങ്കിൽ 111 എന്ന് പറയുന്ന ആ ഒരു നമ്പേഴ്സ് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ തന്നെയാണ്. നിങ്ങൾ എന്താണോ ഡ്രീം ചെയ്യുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൈനാണ്. എസ്പെഷ്യലി നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇൻറ്റൻഷനായിട്ട് നമ്മൾ എന്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ പ്രസൻറ്റിൽ എന്താണോ എയിം ചെയ്യുന്നത്, ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ളത്, അത് കറക്റ്റായിട്ട് അലൈൻഡ് ആയിട്ടുണ്ട്, അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൈനാണ്. ഈ അലൈൻമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ തോട്ട്, നമ്മുടെ ഫീലിങ്സ് ഓർ ഇമോഷൻസ്, അതും ആക്ഷൻസും, ഇത് മൂന്നും അലൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സൈനാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അവെയർ ആവണം. കാരണം ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് സൂക്ഷ്മതയോട് കൂടിയിട്ട് നോക്കിക്കാണണം. ഏതാണ് നമുക്ക് പറ്റുന്നത്, ഏതിനോടാണ് നമ്മൾ യെസ് പറയേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ അവെയർ ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. പിന്നെ ഈ 1111 കാണുന്ന സമയത്ത് എപ്പോഴും മനസ്സിലൊരു നന്ദി ഫീൽ ഉണ്ടായിരിക്കുക. താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ താങ്ക് യു ഗോഡ് എന്ന് നമ്മൾ ഉള്ളിൽ പറയുക. കാരണം ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് കാണിച്ചു തരികയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളത്. പിന്നെ എക്സാക്റ്റ് ഈ 1 എന്ന് പറയുന്ന വേർഡിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ഒരു റീഡിസൈൻ എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ പുതിയൊരു ചാപ്റ്റർ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുതിയ തുടക്കം എന്നതാണ് അവിടെ നമ്മൾ മീൻ ചെയ്യുന്നത്. അഥവാ ഇപ്പോൾ ലൈഫ് എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു എക്സ്ട്രീം ചേഞ്ച് നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. കമ്മിങ് ഫ്യൂ ഡേയ്സിൽ അല്ലെങ്കിൽ കമ്മിങ് ഫ്യൂ മന്ത്സിൽ അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ് അത്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ചില ആളുകളൊക്കെ എന്തെങ്കിലും ഇങ്ങനെ വേണോ വേണ്ടേ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ജോലി റിസൈൻ ചെയ്ത് പാഷൻ്റെ പുറകെ പോകണോ, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അത് റിസൈൻ ചെയ്ത് നമുക്ക് ആഗ്രഹത്തിൻ്റെ പുറകെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കിട്ടും. അത് കിട്ടുമ്പോഴാണ് നിങ്ങൾ അത് ചെയ്തിട്ട് പോകേണ്ടത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഇനിയിപ്പോൾ ഇതല്ല, നിങ്ങൾ ഗോളുമായി ബന്ധപ്പെട്ടല്ല, വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിക്കോട്ടെ, അതിലും ഒക്കെ മാനിഫെസ്റ്റേഷനും വലിയ രീതിയിലുള്ള ഒരു ഷിഫ്റ്റ്, ചേഞ്ച്, ബിഗിനിങ് ഒക്കെ സംഭവിക്കാനൊക്കെ ഈ 1111 എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പം എന്തുകൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് 1111 എന്ന് പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഷോ ചെയ്യുക, നന്ദി പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ, അതോടൊപ്പം തന്നെ അവെയർ ആയിട്ടിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു അഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇടുക, ഗോൾ മാനിഫെസ്റ്റിംഗ് അഫർമേഷൻ എന്നുള്ളത്. അപ്പോൾ അത് അയച്ചു തരാം. അത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് പറയുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനിലെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. അഫർമേഷൻ വേണ്ട ആളുകൾ മറക്കാതെ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടോളൂ. താങ്ക് യു.